നമസ്കാരം. 1201 ചിങ്ങമാസം 1 മുതൽ 1201 കർക്കിടക മാസം 31 വരെ, അതായത് 2025 ഓഗസ്റ്റ് 17 മുതൽ 2026 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മളിവിടെ പറയുന്നത്. 2025 ഒക്ടോബർ 18 വരെ വ്യാഴം നിങ്ങൾക്ക് 12-ലും ശേഷം ജന്മത്തിലും, ഡിസംബർ 5 മുതൽ വീണ്ടും വ്യാഴം 12-ലേക്കും, 2026 ജൂൺ 2 മുതൽ ജന്മത്തിലും, ശനി 9-ലും, രാഹു 8-ലും, കേതു 2-ലും ആകയാൽ ദോഷാധിക്യം കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ്. നിങ്ങൾക്ക് ശനി അനുകൂല സ്ഥിതിയിലാണ് എങ്കിലും നിങ്ങളുടെ വ്യാഴം നിങ്ങൾക്ക് ദോഷപ്രദനായി നിൽക്കുന്നതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. കർമ്മരംഗത്ത് നിങ്ങളുടേതല്ലാത്ത പ്രവൃത്തി കൊണ്ടും നിങ്ങളുടെ അശ്രദ്ധ മൂലവും ധാരാളം അപകടങ്ങളും ധനനഷ്ടവും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥാനഭ്രംശം, അതുപോലെ തന്നെ കർമ്മത്തിലെ വൈകല്യം ഇവ വന്നുചേരാം. വിദേശയാത്ര, വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിന്റെ തടസ്സങ്ങളൊക്കെ മാറി വിദേശത്തൊക്കെ തൊഴിൽ കിട്ടാനൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ വന്നു ചേരുന്നത്. ശത്രുക്കളും അതുപോലെ തന്നെ അസൂയാലിക്കളും ഒക്കെ നിങ്ങളെ ബുദ്ധിപൂർവമായിട്ട് ഉപദ്രവിക്കുന്നതാണ്. കളവ്, ചതി, വഞ്ചന ഇവയ്ക്കൊക്കെ അടിമപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മത്സരാർത്ഥികളായിട്ടുള്ള പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷയിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. പൈതൃക സ്വത്ത് സംബന്ധമായിട്ട് വ്യവഹാരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ കുടുംബസ്വത്തിന് വേണ്ടി വന്നു ഭവിക്കുന്നതാണ്. വർഷ മധ്യത്തോടുകൂടി ചില മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ബന്ധുഗുണവോ കർമ്മഗുണവും ധനനേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. പരീക്ഷയിൽ വിജയം വന്നു ചേരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ പ്രവാസികളായിട്ടുള്ള വിദേശത്ത് ഉന്നത പഠനത്തിന് പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല തൊഴിൽ ലഭിക്കാനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ദോഷപ്രദമായിട്ടുള്ള കാലം മാറുന്നതിനും ദോഷശാന്തിക്കുമായിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് തുളസിമാല, അതുപോലെ തന്നെ നെയ്വിളക്ക്, അതുപോലെ ത്രിമധുരം എന്നിവ നേദിക്കുന്നത് ഉത്തമമായിരിക്കും.